അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കൈഫ ഹാലക്കും വശഖ്ബാറക്കും വഅസാക്കും തയ്യിബീൻ. ബില്ലുമായി ക്യാഷ് കൗണ്ടറിലേക്ക് വരുന്ന അറബി കസ്റ്റമറുമായി നടക്കുന്ന സംഭാഷണത്തിൻ്റെ ചെറിയ ഒരു ഭാഗം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി എന്നോണമാണ് ഈ വീഡിയോയും ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അത് തുടർന്ന് നമുക്ക് മനസ്സിലാക്കാം. മർഹബൻ ബിക്കും ഇലാ ഖനാതി തഅല്ലമൽ അറബിയ മഅ ഫൈസി. ബില്ലുമായി അറബി കസ്റ്റമർ ക്യാഷ് കൗണ്ടറിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ചോദിക്കാറുണ്ട്, ക്യാഷ് ആണോ കാർഡാണോ, അല്ലെങ്കിൽ മറ്റൊന്നുകൂടി അറബി കസ്റ്റമറോട് ഞാൻ ചോദിക്കും, അതായത് ട്രാൻസ്ഫർ ആണോ ബാങ്ക് ട്രാൻസ്ഫർ ആണോ എന്നുകൂടി ചോദിക്കും. കാരണം ഹോൾസെയിൽ സ്ഥാപനം എന്ന നിലക്ക് അവർ നേരത്തെ ബാങ്ക് ട്രാൻസ്ഫർ അയക്കുന്ന ഒരു പതിവുണ്ട്. ഓക്കെ, അത് പല കസ്റ്റമറും അങ്ങനെ തന്നെയാണ്. കാരണം ബൾക്കായിട്ട് സാധനങ്ങൾ എടുക്കുന്ന സമയത്ത് അവർ നേരത്തെ ക്യാഷ് പേ ചെയ്യും, എന്നിട്ട് ബില്ലടിച്ചിട്ട് നേരെ വന്ന് സീൽ ചെയ്ത് സാധനങ്ങൾ കൊണ്ടുപോകുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പതിവ്. ഓക്കെ, അപ്പോൾ ക്യാഷ് കാർഡ് എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് പറയേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ കസ്റ്റമർ ക്യാഷ് കൗണ്ടറിലേക്ക് വരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ചോദിക്കാറുണ്ട്, തഹ്വീൽ വല ക്യാഷ് എന്ന് ചോദിക്കും. തഹ്വീൽ വല ക്യാഷ്. തഹ്വീൽ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ, ബാങ്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്നതിനാണ് തഹ്വീൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, അത് ശരിക്കും തഹ്വീൽ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ബാങ്ക് ട്രാൻസ്ഫർ എന്നുള്ളതിന് ശരിക്ക് പറയേണ്ടത് എന്താണ്? തഹ്വീൽ അൽ മസ്റഫി എന്ന് പറയണം. തഹ്വീൽ അൽ മസ്റഫി. മസ്റഫ് എന്ന് പറഞ്ഞാൽ ബാങ്ക്. അപ്പോൾ ബാങ്ക് ട്രാൻസ്ഫറിന് തഹ്വീൽ അൽ മസ്റഫി അല്ലെങ്കിൽ തഹ്വീൽ അൽ ബങ്ക് എന്ന് പറയാം. തഹ്വീൽ അൽ മസ്റഫി അല്ലെങ്കിൽ തഹ്വീൽ അൽ ബങ്ക് എന്ന് പറയാം. അപ്പോൾ തഹ്വീൽ വല ക്യാഷ് എന്ന് കസ്റ്റമറോട് ചോദിക്കുന്നു. അപ്പോൾ അറബി കസ്റ്റമർ പറയുന്നു, ഓക്കെ അത് ട്രാൻസ്ഫർ ആണെന്ന് പറഞ്ഞാൽ ഞാൻ രണ്ട് രീതിയിൽ ചോദിക്കും. രണ്ടാമത്തെ കാര്യം, അതായത് ഒന്ന് ഹവൽസ് വല ബാഗി എന്ന് ചോദിക്കും. ഹവൽസ് വല ബാഗി, അതായത് ട്രാൻസ്ഫർ ചെയ്തോ, പൈസ ട്രാൻസ്ഫർ ചെയ്തോ, അല്ലെങ്കിൽ ചെയ്തിട്ടില്ല ഇനി ചെയ്യാൻ പോവുകയാണോ എന്നൊരു അർത്ഥത്തിലാണ് ഇങ്ങനെ ചോദിക്കുന്നത്. അങ്ങനെയാണ് ഹവൽസ് വല ബാഗി. ഹവൽസ് വല ബാഗി. ഓക്കെ, ബാഗി എന്നുള്ളത് ബാക്കി എന്ന അർത്ഥത്തിൽ ചോദിക്കുന്നതാണ്. അപ്പോൾ ഹവൽസ് വല ബാഗി, അതാണ് ഒന്നാമത്തേത്. ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ചെയ്യാൻ പോവുകയാണെന്നുള്ളത്. ഇല്ല എന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെന്ന് പറയാമെന്നുണ്ടെങ്കിൽ കം ഹവൽസ് എന്ന് ചോദിക്കാറുണ്ട്. കം ഹവൽസ്, എത്രയാണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. കം ഹവൽസ്, ഇങ്ങനെ കം ഹവൽസ്. അപ്പം ഹവൽ എന്നുള്ളൊരു വാക്കാണ് ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ളതിന് ഉപയോഗിക്കുക. ഹവൽ. ഓക്കെ, കം ഹവൽ, എത്രയാണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി അതിനുശേഷം പിന്നെ നമ്മൾ ആ കസ്റ്റമറോട് ചോദിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റെസീറ്റ് ഉണ്ടോ എന്നുള്ളതാണ്. അതിന് ട്രാൻസ്ഫറിൻ്റെ റെസീറ്റ് നമ്മൾ കളക്ട് ചെയ്തതിന് ശേഷം അത് ബാങ്കിൽ ചെക്ക് ചെയ്യണം. അപ്പോൾ ആ ട്രാൻസ്ഫർ ചെയ്ത റെസീപ്റ്റ് ഉണ്ടോ എന്ന് ആ കസ്റ്റമറോട് ഞാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അൽ ഈസ്വാൽ മൗജൂദ ഇൻദക് എന്ന് ചോദിക്കും. അൽ ഈസ്വാൽ മൗജൂദ ഇൻദക്, അതിൻ്റെ ഈസ്വാൽ റെസീറ്റ് എന്നുള്ളതിന് ഈസ്വാൽ എന്നാണ് പറയുക. ഈസ്വാൽ അല്ലെങ്കിൽ സനദ് എന്ന് ഉപയോഗിക്കുന്ന അറബി കസ്റ്റമേഴ്സ് ഉണ്ട്. സനദ് എന്നുള്ളതുണ്ട്, അല്ലെങ്കിൽ ജസ്റ്റ് വറക എന്ന് മാത്രം വേണമെങ്കിൽ പറയാം. വറക മൗജൂദ ഇൻദക്, അതിൻ്റെ വറക താങ്കളുടെ അടുത്തുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അൽ ഈസ്വാൽ മൗജൂദ ഇൻദക്, അല്ലെങ്കിൽ വറക മൗജൂദ ഇൻദക്, അല്ലെങ്കിൽ സനദ് മൗജൂദ ഇൻദക് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഫി സനദ് എന്ന് ചോദിച്ചാലും മതി. ഫി സനദ്, അല്ലെങ്കിൽ ഫി ഈസ്വാൽ, അല്ലെങ്കിൽ ഫി വറക എന്ന് ചോദിക്കാം. ഇനി മറ്റൊരു രൂപത്തിൽ വേണമെങ്കിൽ ചോദിക്കുന്നത് ഫി സൂറ, അതിൻ്റെ സൂറയുണ്ട്, അതിൻ്റെ ഫോട്ടോയുണ്ട്. അതായത് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട സംഭാഷണമാണല്ലോ. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ ഫോട്ടോയുണ്ടോ എന്നർത്ഥത്തിൽ ഫി സൂറ എന്ന് ചോദിക്കാം. സൂറയുണ്ട്, അതിൻ്റെ ഒരു ഫോട്ടോയുണ്ട്, അല്ലെങ്കിൽ ഇമേജ് ഉണ്ടോ എന്നർത്ഥത്തിൽ അവരോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഈസ്വാല് അവരുടെ അടുത്തുണ്ട് എന്ന് പറയാമെന്നുണ്ടെങ്കിൽ ആ ഈസ്വാല് പിന്നെ ഈ കമ്പനി വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാൻ വേണ്ടി പറയും. ഓക്കെ, അതെങ്ങനെയാണ് പറയുക? ബില്ലാഹി അർസിൽ ഈസ്വാൽ ഇല വാട്സപ്പ് ഹഗ് ഹാദി ശരിക്ക. ഇങ്ങനെയാണ് ബില്ലാഹി അർസിൽ അൽ ഈസ്വാൽ. ഓക്കെ, ബില്ലാഹി എന്നുള്ളത് ഒരു പൊളൈറ്റ് വേയിൽ നമ്മൾ പറയുന്നതാണ്. ഓക്കെ, ബില്ലാഹി അർസിൽ ഈസ്വാൽ. അപ്പോൾ അയക്ക് എന്നുള്ളതിന് അർസിൽ എന്നാണ് പറയാം. ഓക്കെ, ബില്ലാഹി അർസിൽ ഈസ്വാൽ, അല്ലെങ്കിൽ ബില്ലാഹി അർസിൽ വറക, അല്ലെങ്കിൽ ബില്ലാഹി അർസിൽ സൂറ. ഈ മൂന്ന് രൂപത്തിലും അത് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ബില്ലാഹി അർസിൽ ഈസ്വാൽ ഇല വാട്സപ്പ് ഹഗ് ഹാദി ശരിക്ക. ഓക്കെ, ഇല വാട്സപ്പ്, ആ വാട്സപ്പ് എന്ന് തന്നെയാണ് ഉപയോഗിക്കുക. അപ്പോൾ വാട്സപ്പിലേക്ക് അയക്കുമെന്നാണ്. ബില്ലാഹി അർസിൽ ഈസ്വാൽ ഇല വാട്സപ്പ് ഹഗ് ഹാദി ശരിക്ക. ഹഗ് ഹാദി ശരിക്ക എന്ന് പറഞ്ഞാൽ ഈ കമ്പനിയുടെ എന്നർത്ഥത്തിന് പറയുന്നതാണ്. ഹഗ് ഹാദി ശരിക്ക, ഈ കമ്പനിയുടെ വാട്സപ്പിലേക്ക് എന്ത് ചെയ്യുക, ഈസ്വാൽ അയക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, ബില്ലാഹി അർസിൽ ഈസ്വാൽ ഇല വാട്സപ്പ് ഹഗ് ഹാദി ശരിക്ക, ഈ കമ്പനി വാട്സപ്പിലേക്ക് എന്ത് ചെയ്യുക, ഈസ്വാൽ റെസീറ്റ്
അയക്കുക എന്നെന്ത് ചെയ്യും അവരോട് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവരെ നമ്മൾ നേരത്തെ അയച്ചിടുന്നവരുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വലിയ പിന്നെ കൂടുതൽ സംസാരിക്കേണ്ടി വരില്ല. നേരെ അവർ സ്റ്റാമ്പ് ചെയ്തിട്ട് ബാങ്ക് ചെക്ക് ചെയ്ത് നമ്മൾ കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നേരത്തെ ബാങ്ക് ചെക്ക് ചെയ്ത് വെക്കും, എന്നിട്ട് ബില്ല് സ്റ്റാമ്പ് ചെയ്ത് കൊടുക്കലാണ്. അപ്പോൾ ആ സമയത്ത് വന്ന് ട്രാൻസ്ഫർ ചെയ്ത കസ്റ്റമർ ആണെന്നുണ്ടെങ്കിലാണ് നമ്മൾ അതിൻ്റെ ഈസ്വാൽ ചോദിച്ചിട്ട് ബാങ്ക് ചെക്ക് ചെയ്ത് ബില്ല് സ്റ്റാമ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അവർ ഈസ്വാൽ അയക്കാൻ വേണ്ടിയിട്ട് അവരുടെ നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ നേരെ നമ്പർ അയക്കും. ഓക്കെ, ഇനി നമ്പർ ഇല്ലാത്ത കസ്റ്റമർ ആണ് എന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ നമ്പർ ചോദിക്കും. ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിലാണ് അതിന് നമ്മൾ റിപ്ലൈ കൊടുക്കുക. ഒന്നാമത്തെ എന്താ ചോദിച്ചാൽ അവിടെ ഒരു ബാർകോഡ് ഉണ്ട്, ആ ബാർകോഡ് സ്കാൻ ചെയ്തിട്ട് ഈസ്വാൽ അയക്കാൻ വേണ്ടി പറയും. ഓക്കെ, അപ്പോൾ ആദ്യം ബാർകോഡ് സ്കാൻ ചെയ്തിട്ട് അതിലേക്ക് ഈസ്വാൽ അയക്കുക എന്നുള്ളതാണ് പറയേണ്ടത്. അപ്പോൾ അവരോട് പറയുന്നത് സവി സ്കാൻ അൽ ബാർകോഡ് ഇല്ലി തഹ്ത്, സവി സ്കാൻ അൽ ബാർകോഡ് ഇല്ലി തഹ്ത്, അവിടെ താഴെയുള്ള ബാർകോഡ് സ്കാൻ ചെയ്യാൻ വേണ്ടി അവർ പറയും. ഇങ്ങനെ സവി സ്കാൻ അൽ ബാർകോഡ്, ബാർകോഡിന് ബാർകോഡ് എന്നാണ് പറയുക, ബാർകൂദ് എന്നാണ് പറയുക, ബാർകോഡ് എന്ന് തന്നെ അവർ ഇംഗ്ലീഷ് വേർഷനിലേക്ക് തന്നെ ഉപയോഗിച്ചാലും തെറ്റില്ല. ഓക്കെ, സവി സ്കാൻ അൽ ബാർകോഡ് ഇല്ലി തഹ്ത്, ഇല്ലി തഹ്ത് എന്ന് പറഞ്ഞാൽ താഴെയുള്ള ബാർകോഡ് അല്ലെങ്കിൽ താഴെ കാണുന്ന ബാർകോഡ് എന്ത് ചെയ്യുക, സ്കാൻ ചെയ്യുക എന്നാണ് അതിൻ്റെ ഉദ്ദേശം. സവി സ്കാൻ അൽ ബാർകോഡ് ഇല്ലി തഹ്ത് വർസിലിൽ ഈസ്വാൽ, എന്നിട്ട് എന്ത് ചെയ്യുക, ആ സ്കാൻ ചെയ്തിട്ട് ആ ഈസ്വാൽ അയക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം ഇതുമായി അതായത് വാട്സപ്പിലാണ് അത് സ്കാൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആ QR കോഡ് സ്കാൻ ചെയ്ത് അയക്കാൻ അറിയാവുന്നവർ അത് പെട്ടെന്ന് തന്നെ ചെയ്യും. ഓക്കെ, ഇനി അത് അറിയാത്ത ആളുകൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണത് പറഞ്ഞു കൊടുക്കൽ? ആദ്യം എന്ത് ചെയ്യണം, അവരോട് വാട്സപ്പ് ഓപ്പൺ ചെയ്യാൻ പറയണം. എന്നിട്ട് സെറ്റിങ്സിൽ പോയിട്ട് അതിൻ്റെ ക്യാമറ വഴി ബാർകോഡ് സ്കാൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് ഈ രൂപത്തിലാണ് പറയുക. അതായത് ഒരുപാട് നീട്ടി വലിച്ചു നമ്മൾ പറയാറില്ല. ഒന്നാമത് പറയുന്നത് ഇഫ്തഹ് വാട്സപ്പ് എന്നാണ്. ഇഫ്തഹ് വാട്സപ്പ് എന്ന് പറയും, വാട്സപ്പ് ഓപ്പൺ ചെയ്യാൻ പറയും. ഇല്ലെങ്കിൽ ഇഫ്തഹ് വാട്സപ്പ് ഹഗ്ഗക്, നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാൻ പറയും. ഇഫ്തഹ് വാട്സപ്പ് അല്ലെങ്കിൽ ഇഫ്തഹ് വാട്സപ്പ് ഹഗ്ഗക്, നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാൻ പറയും. ഓക്കെ, ഷുഫ്ത് സലാസ് നുക്താത്ത് ഫൗഗ് എന്ന് പറയും. ഓക്കെ, ഷുഫ്ത് സലാസ് നുക്താത്ത് ഫൗഗ്. ഓക്കെ, ഷുഫ്ത് എന്ന് പറഞ്ഞാൽ നീ കണ്ടോ, ചോദ്യത്തിലാണ്. ഷുഫ്ത് നീ കണ്ടോ, സലാസ നുക്താത്ത്, സലാസ നുക്താത്ത്. നുക്ത എന്ന് പറഞ്ഞാൽ ഈ ഡോട്ടിന് പറയുന്നുണ്ട്. നുക്ത എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ്, ഡോട്ട്, ഇതിനൊക്കെയാണ് നുക്ത എന്ന് പറയാം. ഓക്കെ, അപ്പോൾ സലാസ് നുക്താത്ത് എന്ന് പറയും, 3 ഡോട്ടുകൾ കണ്ടോ. ഇല്ലി ഫൗഗ്, മുകളിലുള്ള 3 ഡോട്ടുകൾ കണ്ടോ എന്നുള്ളതാണ് ആ ചോദ്യം. അപ്പോൾ ഷുഫ്ത് സലാസ് നുക്താത്ത് ഫൗഗ് ഇല്ലി ഫൗഗ്, മുകളിലുള്ള 3 ഡോട്ടുകൾ കണ്ടോ എന്ന് ചോദിക്കുന്നു. ഓക്കെ, അപ്പോൾ ആ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുന്നു. ഷുഫ്തൽ ഇഅദാദാത്ത്, ഷുഫ്തൽ ഇഅദാദാത്ത്, ഇഅദാദാത്ത് എന്ന് പറഞ്ഞാൽ സെറ്റിങ്സിനാണ് അറബിയിൽ ഇഅദാദാത്ത് എന്ന് പറയാം. അപ്പോൾ ഷുഫ്തൽ ഇഅദാദാത്ത്, ആ സെറ്റിങ്സ് കണ്ടോ എന്ന് അവരോട് ചോദിക്കുന്നു. ഓക്കെ, അപ്പോൾ അവർ ഇങ്ങനെ കാണിച്ചിട്ട് മൊബൈൽ ഇതല്ലേ, ഓക്കെ, അത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഞാൻ പറയലെന്താണെന്ന് വെച്ചാൽ, ഓക്കെ വരിനി ജവ്വാലക്, ഞങ്ങളുടെ മൊബൈൽ ഒന്ന് കാണിച്ചതാ എന്നെന്ത് ചെയ്യും ഞാൻ പറയാനുണ്ട്. വരിനി ജവ്വാലക്, ഇങ്ങനെ വരിനി ജവ്വാലക്, വരിനി ജവ്വാലക്, താങ്കളുടെ മൊബൈൽ എനിക്ക് കാണിച്ചു തരാൻ പറഞ്ഞിട്ട് ഞാനത് സ്കാൻ ചെയ്യേണ്ട അതിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്കാൻ ചെയ്യാൻ പറയും. ഓക്കെ, അവർ കാണിച്ചു കൊടുക്കും. ഓക്കെ, അപ്പോൾ ഒരുപാട് നീട്ടി വലിച്ചിട്ടൊന്നുമില്ല. ചിലതൊക്കെ നമ്മളിങ്ങനെ ഒരു ആക്ഷൻ കൊണ്ടൊക്കെയാണ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവർ കാണിച്ചു കൊടുക്കുന്നു. അവർ സ്കാൻ ചെയ്ത് സാധനം അയക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഒന്നും അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ മൊബൈൽ വാങ്ങിയിട്ട് എല്ലാം ചെയ്ത് അവരെ കൊണ്ട് സ്കാൻ ചെയ്ത് ക്ലിയർ ചെയ്യിക്കുന്നു. ഓക്കെ, അങ്ങനെ ഈസ്വാൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത പിന്നെ അവരോട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് ചെക്ക് ചെയ്യണം. ബാങ്ക് ചെക്ക് ചെയ്തിട്ട് ഞാൻ ഒന്ന് വെരിഫൈ ചെയ്യണം, ക്യാഷ് വന്നോ ഇല്ല എന്നുള്ളത് വെരിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യാം, സ്റ്റാമ്പ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. അപ്പോൾ അതാണ് അടുത്തത് അവരോട് പറയേണ്ടത്. അപ്പോൾ പേപ്പർ അയച്ചത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരോട് ഇടയ്ക്ക് ചില കസ്റ്റമറോടൊക്കെ ഞാൻ പറയാറുണ്ട് ഖലാസ് ജാത്തിൽ വറക എന്ന് പറയും. ഖലാസ് ജാത്തിൽ വറക, പേപ്പർ വന്നു എന്നുള്ളത് പറയും. അതായത് പേപ്പർ വന്നു എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, പേപ്പർ കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ എന്ത് പറയും, ഖലാസ് ജാത്തിനിൽ വറക എന്ന് പറയും, എനിക്ക് പേപ്പർ കിട്ടി എന്നർത്ഥത്തിൽ. ഓക്കെ, അപ്പോൾ ജാത്തിൽ വറക എന്ന് പറയാം, പേപ്പർ കിട്ടി എന്നൊരു അർത്ഥത്തിൽ പറയാം. അല്ലെങ്കിൽ എനിക്ക് പേപ്പർ കിട്ടി എന്ന അർത്ഥത്തിൽ എന്താണ്, ജാത്തിനി അൽ വറക എന്ന് പറയും, ജാത്തിനി അൽ വറക. ഓക്കെ, ഒന്നില്ലെങ്കിൽ ജാത്തിൽ വറക അല്ലെങ്കിൽ ജാത്തിനി അൽ വറക. ഓക്കെ, അപ്പോൾ ഖലാസ് ജാത്തിനി അൽ വറക അല്ലെങ്കിൽ ഖലാസ് ജാത്തിൽ വറക എന്ന് അവരോട് പറയും. ഓക്കെ, അപ്പോൾ അതിനുശേഷം അടുത്ത പടി എന്താണ്, എനിക്ക് ബാങ്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ എന്താണ് പറയുക, ഖല്ലിനി അഷൂഫൽ ബാങ്ക് എന്ന് പറയാം. ഖല്ലിനി അഷൂഫൽ ബാങ്ക് അഷാൻ അതഅക്കദ് അൽ ഹവാല ജാത് വലാല. ഓക്കെ, എങ്ങനെ, ഖല്ലിനി അഷൂഫൽ ബാങ്ക്, ഞാൻ ബാങ്ക് ഒന്ന് ചെക്ക് ചെയ്യട്ടെ. അഷാൻ അതഅക്കദ്, എന്തിനാണ്, എനിക്ക്
പിന്നെ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ്. അത്തഅക്കദ്, തഅക്കദ എന്ന് പറഞ്ഞാൽ ഉറപ്പ് വരുത്തി എന്നാണ്. ഓക്കെ, അത്തഅക്കദ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉറപ്പ് വരുത്തുന്നു. അപ്പം അഷാൻ അത്തഅക്കദ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടി എന്ന അർത്ഥത്തിലാണ്. വഖല്ലിനി അശൂഫൽ ബാങ്ക് അഷാൻ അത്തഅക്കദ് അൽ ഹവാല ജാത് വലാല, അൽ ഹവാല ജാത് വലാല, അല്ലെങ്കിൽ അത്തഹ്വീൽ ജാ വലാല എന്നാണ് പറയാം. ഓക്കെ, അഷാൻ അത്തഅക്കദ് തഹ്വീൽ ജാ വലാല, ആ ഒരു ട്രാൻസ്ഫർ വന്നോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് എനിക്ക് ബാങ്ക് ഒന്ന് ചെക്ക് ചെയ്യണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഖല്ലിനി അഷൂഫൽ ബാങ്ക് അഷാൻ അത്തഅക്കദ് അൽ ഹവാല, അല്ലെങ്കിൽ അഷാൻ ഹവാല എന്നും തഹ്വീൽ എന്നും രണ്ട് രൂപത്തിൽ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് തഹ്വീൽ ഒന്ന് ഉപയോഗിക്കാം. അപ്പോൾ അഷാൻ അത്തഅക്കദ് തഹ്വീൽ ജാ വലാല, തഹ്വീൽ വന്നോ ഇല്ലയോ എന്ന് ഒന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി. ഇനി ഹവാലയാണ് ഉപയോഗിക്കുന്നതെങ്കിലോ അഷാൻ അത്തഅക്കദ് അൽ ഹവാല ജാത്ത്, ജാത്ത് വലാല. ഓക്കെ, അത് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ബാങ്ക് നോക്കുകയാണ് എന്ന് അവരോട് പറയും. ഇനി ബാങ്കിൽ ക്യാഷ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരോട് പറയാം എന്താണ്, നേരത്തെ പറഞ്ഞ അതേ രൂപത്തിൽ തന്നെ ഖലാസ് ജാത്തിൽ ഹവാല എന്ന് പറയും. ഖലാസ് ജാത്തിൽ ഹവാല, ട്രാൻസ്ഫർ വന്നിട്ടുണ്ട് എന്ന് പറയും. അല്ലെങ്കിൽ ഖലാസ് ജാ തഹ്വീൽ, തഹ്വീൽ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഹവാല വന്നിട്ടുണ്ട് എന്ന് അവരോട് പറയും. ഇനി അതൊന്നുമില്ലെങ്കിൽ ഓക്കെ ഖലാസ് ജാൽ ഫുലൂസ് എന്ന് പറഞ്ഞാലും ഓക്കെയാണ്. ഓക്കെ, കാരണം അറബി കസ്റ്റമേഴ്സ് എന്നുള്ളത് കുറച്ചൊന്ന് അപ്ഡേറ്റഡ് ആയ എഡ്യൂക്കേറ്റഡ് ആയ ആളുകളുണ്ട്, അല്ലാതെ തനി നാടനായ ആളുകളുണ്ട്. ഓക്കെ, അപ്പോൾ അവരോട് ഖലാസ് ജാൽ ഫുലൂസ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ക്യാഷ് വന്നിട്ടുണ്ട് എന്ന് പറയാം. ഓക്കെ, ഇല്ല എന്നുണ്ടെങ്കിൽ ഖലാസ് ജാത്തിൽ ഹവാല, ഓക്കെ ഹവാല വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഖലാസ് ജാ തഹ്വീൽ, തഹ്വീൽ വന്നിട്ടുണ്ട് എന്നവരോട് പറയും. ഓക്കെ, ഇനി ട്രാൻസ്ഫർ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരോട് എന്ത് പറയാം, മാ ജാത്തിൽ ഹവാല എന്ന് പറഞ്ഞാൽ മതി. എന്താണ് മാ ജാത്തിൽ ഹവാല, മാ ജാത്തിൽ ഹവാല, ട്രാൻസ്ഫർ വന്നിട്ടില്ല. അല്ലെങ്കിൽ ഒന്നുകൂടി പിന്നെ എന്താ വല്ലാഹി ചേർത്ത് വേണമെങ്കിൽ പറയാം വല്ലാഹി മാ ജാത്തിൽ ഹവാല. ഓക്കെ, കാരണം ആദ്യ പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ അവരെന്ത് ചെയ്യും, വീണ്ടും ചോദിക്കും വന്നില്ല എന്ന് ചോദിക്കുമ്പോൾ വല്ലാഹി മാ ജാത്തിൽ ഹവാല, ഹവാല വന്നിട്ടില്ല എന്ന് അവരോട് പറയാം. ഓക്കെ, അപ്പോൾ അവർ അത് ചെക്ക് ചെയ്യുന്നു. ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഓക്കെ ട്രാൻസ്ഫർ വന്നു എന്ന് ഉറപ്പുവരുന്നതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ ബില്ല് സ്റ്റാമ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതുവരെ അവരോട് വെയിറ്റ് ചെയ്തോളും, വേറെ നമുക്ക് പ്രത്യേകിച്ച് പണികളോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് അങ്ങനെ ട്രാൻസ്ഫർ വന്നിട്ടുണ്ട്, എല്ലാം പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാമ്പ് ചെയ്യുന്നു. എന്നിട്ട് അവരോട് പറയുന്നൊരു വാക്ക് എന്താണ്, അഅ്തിഹാദ ബർറ എന്ന് പറയും. അഅ്തിഹാദ ബർറ, ഇത് പുറത്ത് കൊടുത്തോളൂ എന്ന് പറയും. അവിടെ സ്ഥിരം വരുന്ന കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് പറയേണ്ട, അവർ നേരെ പുറത്ത് കൊടുക്കും. അതല്ല എന്നുണ്ടെങ്കിൽ അവർ പറയും അഅ്തിഹാദ ബർറ എന്ന് പറയും, ഇത് പുറത്ത് കൊടുക്കൂ എന്ന് അവരോട് പറയും. ഓക്കെ, ഇനി അവർ ചിലപ്പോൾ പുറത്ത് എവിടെയാണ് എന്ന് ചോദിക്കാന്നുണ്ടെങ്കിൽ ഞാൻ പറയാമെന്ന് വെച്ചാൽ ബറത്തു ആവില ഇല്ലി ഫി യദ്ദിക് യസാർ എന്ന് പറയാം. ബറത്തു ആവില ഇല്ലി ഫി യദ്ദിക് യസാർ, നിങ്ങളുടെ ഇടതുഭാഗത്തുള്ള ടേബിളിൽ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം എങ്ങനെ പറയാം, അഅ്തിഹാദ ബർറ ബറത്വാവില, ആ പുറത്തുള്ള ടേബിള്, ഇല്ലി ഫി യദ്ദിക് യസാർ, യദ്ദിക് യസാർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇടത് ഭാഗത്ത് എന്ന അർത്ഥത്തിലാണ്. ഓക്കെ, ഇല്ലി ഫി യദ്ദിക് യസാർ, നിങ്ങളുടെ ഇടത് ഭാഗത്തുള്ള. ഇനി വലത് ഭാഗത്തുള്ള എന്ന് പറയാൻ എങ്ങനെ പറയാം, അത്വാവില ഇല്ലി ഫി യദ്ദിക് യമീൻ, നിങ്ങളുടെ വലത് ഭാഗത്തുള്ള ആ ടേബിളിൽ കൊടുക്കുക എന്നാണ് അവിടെ ഉദ്ദേശിക്കുക. ഓക്കെ, അപ്പം അങ്ങനെ ആ കസ്റ്റമറിന് ആ ബില്ല് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, അവർ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോകും. ഓക്കെ, അപ്പോൾ ഇതാണ് ക്യാഷ് കൗണ്ടറിൽ വരുമ്പോൾ ഉള്ള ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട കസ്റ്റമറുമായി ഉണ്ടാകുന്ന സംഭാഷണത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ. അപ്പോൾ ക്യാഷ് കൗണ്ടറിലേക്ക് വരുന്ന അറബി കസ്റ്റമറുമായി ഉണ്ടാകുന്ന സംഭാഷണത്തിലെ പ്രധാന ഭാഗങ്ങൾ, അവരോട് എങ്ങനെയൊക്കെ സംസാരിക്കണം, ഏതൊക്കെ രൂപത്തിൽ അവരുടെ മറുപടി നമ്മൾ പ്രതീക്ഷിക്കണം, എങ്ങനെയൊക്കെ പറയാമെന്നുള്ളതിൻ്റെ ചെറിയൊരു ഭാഗം, ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനി നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ ഇനി മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. മഅസ്സലാമ.